അപ്പൊ ഈ ഫോർത്ത് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ അഥവാ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ ആദ്യം തന്നെ നമ്മള് ഒരു 4 പോയിന്റ് ഇതിൽ പഠിക്കാനുള്ളൂ. ആ 4 പോയിന്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ശരിക്കും ഇതിൽ 5 പോയിന്റ് ഉണ്ടായിരുന്നു. ഈ വർഷം ഒരു കൺസെപ്റ്റ് അതിന് എടുത്തു കളഞ്ഞത് കൊണ്ട് നമുക്ക് 4 പോയിന്റ് ആക്കി മാറ്റാം. അപ്പൊ ഈ 4 പോയിന്റ് വൈസ് ആക്കി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ നമുക്ക് പേടിക്കാനില്ല. അപ്പൊ എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ പഠിക്കേണ്ട 4 പോയിന്റ്? ആദ്യം തന്നെ ഇതിന്റെ ചിത്രം നോക്കുക. ഈ ചിത്രം തന്നുകാണ്ട് ഇത് ഏതാണ് ഉപകരണം എന്ന് ചോദിക്കും. അപ്പൊ ഇതാണ് ലൗഡ് സ്പീക്കർ. പാർട്സിൽ ശ്രദ്ധിക്കുക. ഡയഫ്രം, വോയിസ് കോയിൽ, വോയിസ് കോയില്, ഡയഫ്രം, ഇത് വോയിസ് കോയില്, പിന്നെ ഫീൽഡ് കാന്തം, ഫീൽഡ് മാഗ്നറ്റിക്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് ഇതിന്റെ പ്രവർത്തന തത്വം അഥവാ വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിള് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ് അഥവാ മോട്ടോർ തത്വമാണ്. മറിക്കല് മോട്ടോർ തത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് 10ാം ക്ലാസ്സിൽ 5 ഉപകരണങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എന്ന് പറഞ്ഞാൽ ഒന്ന് ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, മറ്റൊന്ന് വൈദ്യുത മോട്ടോർ, പിന്നെ വരുന്നത് ഫാന്, മിക്സി, ഗ്രൈൻഡർ. ഈ 5 ഉപകരണങ്ങളെ ചോദിക്കുള്ളൂ. ഈ 5 ഉപകരണങ്ങളുടെയും പ്രവർത്തന തത്വം മോട്ടോർ തത്വമാണ്. ഊർജമാറ്റം സെയിം തന്നെയാണ്, വൈദ്യുതോർജം, യാന്ത്രികോർജം. പിന്നെ അഥവാ ഇലക്ട്രിക്കൽ എനർജീസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. മോട്ടോർ പ്രിൻസിപ്പിളും എനർജി ചേഞ്ച്, ഇലക്ട്രിക്കൽ എനർജീസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൗഡ് സ്പീക്കറിന്റെ കേസിൽ യാന്ത്രികോർജം എന്ന് പറയാം, അല്ല എന്നുണ്ടെങ്കിൽ ശബ്ദോർജം എന്ന് പറയാം. അഥവാ മെക്കാനിക്കൽ എനർജി വേണമെങ്കിൽ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് എനർജി എന്ന് പറയാം. ഇലക്ട്രിക്കൽ എനർജീസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി എന്ന് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി എന്ന് പറയാം. രണ്ടും ഇതിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒന്നാമത്തെ പോയിന്റ് ഇതിന്റെ എനർജി വർക്കിംഗ് പ്രിൻസിപ്പിള്, രണ്ടാമത്തെ പോയിന്റ് ഇതിന്റെ എനർജി ചേഞ്ച്. അപ്പൊ ആ 2 പോയിന്റ് നമുക്ക് ഡൗട്ട് വരരുത്. ഇലക്ട്രിക് മോട്ടോറിലും ഈ 2 പോയിന്റ് ഉണ്ട്, ലൗഡ് സ്പീക്കറിലും ഈ 2 പോയിന്റ് ഉണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തില് പാർട്സുകൾ ശ്രദ്ധിക്കുക. ABCD എന്ന് കൊടുക്കാറുണ്ട്. A എന്താ, B എന്താ, C എന്താന്ന് ചോദിക്കും. അപ്പൊ ഡയഫ്രം, വോയിസ് കോയില്, ഫീൽഡ് കാന്തം, അതും പഠിച്ചു വെക്കുക. ഇനി ഇതിലുള്ള 4ാമത്തെ പോയിന്റ് ആണ്, പല കുട്ടികളും തെറ്റിക്കുന്ന പോയിന്റ് ആണ്, പ്രവർത്തനം ചോദിക്കും അഥവാ വർക്കിംഗ് ചോദിക്കും. വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. എന്നാൽ വർക്കിംഗ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എഴുതിയിട്ടുണ്ട്? അപ്പൊ നമ്മൾ ഈ മൈക്കിലേക്ക് കൊടുക്കുന്നത് ചെറിയ സൗണ്ടാണ്. നമ്മൾ കൊടുക്കുന്ന ചെറിയ സൗണ്ട് എങ്ങനെയാണ് വലിയൊരു സൗണ്ട് ആയിട്ട് എത്തുന്നത്, അല്ലെങ്കിൽ വലിയൊരു സൗണ്ട് ആയിട്ട് കേൾക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വർക്കിംഗ് ഇത്ര പോകുന്നൊരു പാരാഗ്രാഫ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, അത് കാണാതെ പഠിച്ചാൽ മതി. ഇനി അത് കാണാതെ പഠിക്കാൻ പറ്റൂല, എനിക്ക് കാണാൻ പഠിക്കാൻ കഴിയില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ ഞാനൊരു ചിത്രം വരയ്ക്കാം, അതിനനുസരിച്ച് അത് നോക്കി എഴുതിയാലും മതി. ഇതില് 2 രീതിയിലാണ് ചോദിക്കുക. വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കാം. അപ്പൊ എന്നിരുന്നാലും നമുക്ക് എന്തോ ആവശ്യമാണ്, അതിന്റെ വർക്കിംഗ് ആവശ്യമാണ്. അപ്പൊ നോക്കിക്കോളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ മൈക്കിൽ കൂടെ ഇങ്ങനെ പാട്ട് പാടുകയാണെന്ന് കരുതുക. അയാളുടെ ശബ്ദം, അയാളുടെ സൗണ്ട് മൈക്രോഫോൺ അഥവാ മൈക്ക അല്ലെങ്കിൽ മൈക്രോഫോണിന്റെ ഉള്ളിലേക്ക് കയറും. കയറിയതിനു ശേഷം ആ സൗണ്ട് ഇലക്ട്രിക് പൾസസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, ഇലക്ട്രിക് വേവ്സ് ആയിട്ട് മാറും. ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ കൊടുത്ത സൗണ്ടിനനുസരിച്ച് ഇവിടെ ഇലക്ട്രിക് എനർജി ഉണ്ടാവും. അപ്പൊ ആ ഇലക്ട്രിക്കൽ എനർജി ഒന്നുകൂടി സ്ട്രെങ്തേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ആംപ്ലിഫയർ അതിനെ സ്ട്രെങ്തേൺ ചെയ്യും, ശക്തിപ്പെടും, ഒന്നുകൂടി ശക്തിപ്പെടുത്തും. അങ്ങനെ സ്ട്രെങ്തേൺ ചെയ്തുകൊണ്ട് നേരെ വിടുക വോയിസ് കോയിലേക്ക്. കണക്ടിംഗ് വയർ ഉണ്ടാവില്ല, ആ കണക്ടിംഗ് വയറിലൂടെ വോയിസ് കോയിലേക്ക് എത്തിക്കും. വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത് കാന്തിക മണ്ഡലത്തിലായതുകൊണ്ട് അഥവാ മാഗ്നറ്റിക് ഫീൽഡിലാണ്. 2 മാഗ്നറ്റിന്റെ നടുക്കാണ് വോയിസ് കോയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുത സിഗ്നൽ ഇതിലേക്ക് ചെല്ലുമ്പോൾ ഈ വോയിസ് കോയിൽ കമ്പനം ചെയ്യും അഥവാ വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് കൊളൈഡ് ടു ദ ഡയഫ്രം, ഡയഫ്രത്തിൽ തട്ടും. ഡയഫ്രത്തിൽ തട്ടുമ്പോൾ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് ഡയഫ്രം പ്രൊഡ്യൂസസ് സൗണ്ട്. അങ്ങനെയാണ് ഇതിൽ നിന്ന് വലിയൊരു സൗണ്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ക്ലിയർ ആയിട്ടൊന്ന് സ്ലോ ചെയ്തുകൊണ്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിലാവും. അപ്പൊ ഈ ഒരു 4 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ലൗഡ് സ്പീക്കറുള്ള പോയിന്റ് നമുക്ക് മിസ്സാവില്ല. അപ്പൊ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ.